നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇന്റർ മയാമിയുടെ ഫിലാഡൽഫിയക്കെതിരെയുള്ള മത്സരത്തിനിടക്ക് കളിയുടെ 73-ാമത്തെ മിനിറ്റിൽ ലയണൽ മെസ്സി പരിക്കേറ്റ് പിൻവാങ്ങിയത് ആരാധകർക്ക് ആശങ്കയുണ്ടാക്കുന്നു. അതിൽ മെസ്സിയുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. താരം 73-ാമത്തെ മിനിറ്റിൽ തൻ്റെ കാലിൻ്റെ പുറകുഭാഗം ഗ്രാബ് ചെയ്യുന്നു. പിന്നീട് അദ്ദേഹം തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കളിക്കളം വിടുന്നത്. നേരെ അദ്ദേഹം ടണലിലേക്കാണ് പോയത്. സ്വാഭാവികമായിട്ടും ആശങ്കയുണ്ട് പരിക്ക് എങ്ങനെ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ലഭ്യമായ പ്രാഥമിക വിവരങ്ങൾ നോക്കുകയാണ്. ലഭ്യമാകുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ലയണൽ മെസ്സിയെ ഒരു പ്രിക്കോഷണറി സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന രൂപത്തിൽ പിൻവലിച്ചാണ്. അദ്ദേഹത്തിന് ചെറിയ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിൻവലിച്ചതാണ്. കാരണം വേൾഡ് കപ്പിന് ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. 10-18 ദിവസമാണ് അർജൻറ്റീന ആദ്യ മത്സരത്തിനുള്ള. അപ്പോൾ റിസ്ക് എടുക്കേണ്ട എന്നാണ് പ്രാഥമികമായിട്ട് തീരുമാനമെടുത്തത്. ലയണൽ മെസ്സി ഈ ഒരു പരിക്ക് വെച്ചിട്ട് കഴിഞ്ഞ ഒരു 5 കൊല്ലമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ലെഫ്റ്റ് ഹാംസ്ട്രിങ്ങിന് ഡിസ്കംഫർട്ട് ഉണ്ട്. അത് അധിക കാലം ഇങ്ങനെ പരിക്കേറ്റ് പുറത്തിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവാറില്ല. അത് ഇങ്ങനെ ചെറിയ വിഷയം ഉണ്ടാവും, ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും, കുറച്ച് ദിവസം വിശ്രമിക്കും, വീണ്ടും കളിക്കും. അതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഏതായാലും ഇപ്പോൾ ഇന്റർ മയാമിയുടെ കോച്ച് ഗുയർമോ ഹോയോസ് ഈ ഫിലാഡൽഫിയക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടു. സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ഈ വിഷയം ചോദിച്ചു, എന്താണ് മെസ്സിയുടെ പരിക്കിൻ്റെ കാര്യം എന്താണ് എന്നുള്ളത് ചോദിച്ചു. അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നു, ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഫൈനൽ മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ മെസ്സിയുടെ കാര്യത്തിലാണെങ്കിൽ അറ്റ് ദി മൊമെൻറ്റ് മെസ്സി നല്ല ക്ഷീണിതനായിരുന്നു, അദ്ദേഹം ടയേർഡായിരുന്നു, പിച്ച് വളരെ ഹെവിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഫാറ്റിക്കൊക്കെ വന്നപ്പോൾ റിസ്ക് എടുക്കണ്ട എന്ന് കരുതിയാണ് പിൻവലിച്ചത് എന്ന് പറഞ്ഞ് കോച്ച് ഒഴിവാകാൻ ശ്രമിച്ചു. അപ്പോൾ കോച്ചിനോട് മാധ്യമങ്ങൾ വെറുതെ അങ്ങനെ വിടാൻ തയ്യാറില്ല. ഫാറ്റിക്ക് ക്ഷീണം കൊണ്ട് മെസ്സി പിൻവലിച്ചല്ലോ, അദ്ദേഹത്തിന് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടാണല്ലോ. അദ്ദേഹത്തിൻ്റെ ആംസ്ട്രിങ് ഇഷ്യൂ ഉള്ള പോലെ അദ്ദേഹം ഗ്രാബ്. അപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഫാറ്റിക് എന്ന് പറയുന്നത്, പക്ഷേ മെസ്സി അദ്ദേഹത്തിൻ്റെ തുടയുടെ പിൻഭാഗത്ത് പിടിച്ചുകൊണ്ടാണ് പുറത്തു പോകുന്നത്. അപ്പോൾ അത് ഫാറ്റിക് മാത്രമല്ലല്ലോ വിഷയം, നിങ്ങൾ ലോക്കർ റൂമിൽ മെസ്സിയോട് സംസാരിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ നോ വി ഡിഡ്ന്റ് ടോക്ക് എന്നാണ്. ഇല്ല, ഞാനതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഏതായാലും ഇൻ്റർവ്യൂവിന് വേണ്ടി ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഹോയോസിൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി 1 മണിക്കൂറോളം കളിക്ക് ശേഷം മാധ്യമപ്രവർത്തകർ കാത്തു വന്നു. വെറും 5 മിനിറ്റ് മാത്രം ഇൻ്റർവ്യൂ കൊടുത്ത് മെസ്സിയുടെ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാതെ അദ്ദേഹം അവിടം വിട്ട് പോവുകയാണ് ചെയ്തത്. ഏതായാലും മെസ്സിയുടെ കാര്യത്തിൽ മെഡിക്കൽ റിപ്പോർട്ട് ഇതുവരെ ഫൈനൽ മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നാണ് ഹോയോസും പറയുന്നത്. കാത്തിരിക്കാം ഫൈനൽ മെഡിക്കൽ റിപ്പോർട്ട് വരുന്നതിന് വേണ്ടി. ഇനീഷ്യൽ ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഗുരുതരമായ പരിക്കല്ല, ചെറിയ ഒരു ഡിസ്കംഫർട്ട് മാത്രമാണ്. വേൾഡ് കപ്പ് അടുത്തത് കൊണ്ടൊരു പ്രിക്കോഷൻ എന്ന രൂപത്തിലാണ് അദ്ദേഹം കളി തുടരാതെ കളിക്കളം വിട്ടത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് 28.